ഇസ്ലാം മതഭീകരവാദി ഒ അബ്ദുള്ളയോടാണ് ചോദിക്കാനുള്ളത്. മോഹൻലാൽ തന്റെ സ്വന്തം ആത്മസുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചപ്പോൾ അമുസ്ലിങ്ങളുടെ ദൈവസങ്കല്പങ്ങളൊക്കെയും ചെകുത്താനെ ആരാധിക്കുന്ന തുല്യമാണ് എന്ന ഇസ്ലാം മത കാഴ്ചപ്പാടിൽ മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതെങ്കിൽ മമ്മൂട്ടി അല്ലാഹുവിനോട് മാപ്പ് പറയണമെന്നും, അതല്ല മോഹൻലാലിന്റെ ഇഷ്ടപ്രകാരമാണ് വഴിപാട് ചെയ്തതെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയോട് മാപ്പ് പറയണമെന്നുമുള്ള കൊടും ഇസ്ലാമിക ഭീകരവാദ പ്രസ്താവന ഇറക്കിയല്ലോ. ഇപ്പോഴിതാ കേരളം കണ്ട ഏറ്റവും വലിയ മതഭീകരവാദിയായ മദനി കിഡ്നി മാറ്റിവെച്ചിരിക്കുന്നു. അതും ഇസ്ലാം മതവിശ്വാസ പ്രകാരം കണ്ടെടുത്ത് വെച്ച് തന്നെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത കാഫിറിന്റെ കിഡ്നി. തന്നെയുമല്ല, ഇസ്ലാം മതവിശ്വാസ പ്രകാരം അവയവദാനം നിഷിദ്ധമായ ഹറാമാണല്ലോ. കാഫിറിന്റെ കിഡ്നി ഉപയോഗിച്ച് ഇനിയുള്ള കാലം ഇവൻ തെമ്മാടിത്തം ചെയ്താൽ ആ പാപം മരണശേഷം ആരുടെ പേരിലായിരിക്കും നിങ്ങളുടെ പടച്ചവൻ എഴുതി വെക്കുക? അതാണല്ലോ അവയവദാനത്തിന് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഇപ്പോഴും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയും നിങ്ങൾക്ക് ഹറാമാണ്. മമ്മൂട്ടി കോടീശ്വരനായത് സിനിമ ചെയ്തിട്ടാണ്. അതിനെക്കുറിച്ച് പറയാൻ എന്താണ് നിങ്ങളുടെ നാവ് പൊങ്ങാത്തത്? ഭീകരവാദം ഛർദ്ദിക്കാനല്ല ഈ മദനിയെ 5 പൈസയ്ക്ക് കൊള്ളില്ല. അവൻ കാഫിറിന്റെ കിഡ്നിയും വാങ്ങി ഇനിയും കുറെ കാലം ജീവിച്ച് ഭീകരവാദികളെ സൃഷ്ടിക്കണം. സമൂഹത്തിന് നന്മ ചെയ്യുന്ന മമ്മൂട്ടിക്ക് വഴിപാട് ചെയ്തത് മഹാപരാധവുമല്ലേ? ഈ ഇരട്ടത്താപ്പിന് ഒ അബ്ദുള്ളയും അബ്ദുള്ളയുടെ ചിന്താഗതിയുള്ള കേരളത്തിലെ മുസ്ലിം ഭീകരവാദികളും നാളുകളിൽ കനത്ത വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഭീകരവാദി ചമയുന്നത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കാം. പക്ഷേ നിങ്ങളെപ്പോലുള്ളവരെ കേരളത്തിലെ പ്രബുദ്ധരായ ജനം പുഴുത്ത പട്ടികളെ പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ഇനി വരുന്ന കാലം ഈ കാഫിറുകൾ മൊത്തം ഇസ്ലാമിക സമൂഹത്തെയും ഇതുപോലെ കണ്ടേക്കാം. അതിനുള്ള വഴി ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരം ഭീകരവാദ പ്രസ്താവനകൾക്കെതിരെ നല്ലവരായ മുസ്ലിം സമൂഹം തന്നെ മറ നീക്കി പുറത്തു വരേണ്ടതുണ്ട്.